2014 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി.ജെ.പി. മിന്നും വിജയമാണ് കൈവരിച്ചത്. 30 വർഷങ്ങൾക്ക് ശേഷം ലോക്സഭയിൽ ഒരു പാർട്ടിക്ക് കേവല ഭൂരിപക്ഷം ലഭിക്കുകയായിരുന്നു. അതേസമയം 44 സീറ്റുമായി കോൺഗ്രസ് ചുരുങ്ങി. 2017 ആയപ്പോഴേക്കും ബി.ജെ.പി. അതിന്റെ വളർച്ചയുടെ പാരമ്യത്തിലെത്തി. കോൺഗ്രസ് മുക്ത ഭാരതം എന്ന മുദ്രാവാക്യം അന്വർത്ഥമാക്കി ഉത്തർപ്രദേശ് അടക്കം തൂത്തുവാരി. തെരഞ്ഞെടുപ്പ് നടന്ന 7 സംസ്ഥാനങ്ങളിൽ 6ലും ബി.ജെ.പി. സർക്കാർ രൂപവൽക്കരിച്ചു. കോൺഗ്രസിന് പഞ്ചാബ് മാത്രമാണ് ലഭിച്ചത്. ഇവിടെയാകട്ടെ മുഖ്യ എതിരാളി ശിരോമണി അകാലിദൾ ആയിരുന്നു താനും. കടുത്ത പോരാട്ടം കാഴ്ചവെച്ച ഗുജറാത്ത് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് 2 ദിവസത്തിനു ശേഷം ഡിസംബർ 16 രാഹുൽ ഗാന്ധി കോൺഗ്രസ് അധ്യക്ഷനായി ചുമതലയേറ്റു. 1971 യുദ്ധത്തിൽ ഇന്ത്യ പാകിസ്ഥാനെ കീഴടക്കിയ ദിനത്തിന്റെ വാർഷികമായിരുന്നു അന്ന്. ആ ദിവസം ഇന്ത്യക്കെന്ന പോലെ കോൺഗ്രസിനും സൗഭാഗ്യങ്ങളുടെ ദിവസമായിരുന്നു. ജനുവരിയിൽ നടന്ന ലോക്സഭാ ഉപതെരഞ്ഞെടുപ്പുകൾ കാര്യങ്ങൾ മാറ്റിമറിച്ചു. ആൽവാർ, അജ്മീർ, ഉൽബേറിയ എന്നിവിടങ്ങളിലായിരുന്നു തെരഞ്ഞെടുപ്പ്. ഇതിൽ 2 ബി.ജെ.പി. ഭരിച്ചിരുന്ന രാജസ്ഥാനിലായിരുന്നു. ആ 2 സീറ്റും കോൺഗ്രസ് പിടിച്ചെടുത്തു. 2018 മാർച്ചിലായിരുന്നു അടുത്ത പരീക്ഷണം. ഉത്തർപ്രദേശിലെ ഗോരഖ്പൂർ, ഫുൽപൂർ എന്നിവിടങ്ങളിലെ ഉപതെരഞ്ഞെടുപ്പിൽ ബി.ജെ.പി. തോറ്റു. ഒപ്പം കൈറാനിയിലെ ലോക്സഭാ ഉപതെരഞ്ഞെടുപ്പിലും ബി.ജെ.പി. തോറ്റു. പാർട്ട് ടൈം രാഷ്ട്രീയക്കാരൻ എന്ന ചീത്തപ്പേര് കളഞ്ഞ് രാഹുൽ ഗാന്ധി മുന്നിൽ നിന്ന് നയിച്ച തെരഞ്ഞെടുപ്പ് യുദ്ധങ്ങളായിരുന്നു ഇവയെല്ലാം. ഇതിന് പിന്നാലെ റാഫേൽ ഇടപാടുമായി ബന്ധപ്പെട്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ചോദ്യം ചെയ്ത് രാഹുൽ ഗാന്ധി നിരവധി ഇടപെടലുകൾ നടത്തി. ഇത് കോൺഗ്രസ് പ്രവർത്തകരിൽ വലിയ ആവേശമുണ്ടാക്കി. മേയിൽ കർണാടക തെരഞ്ഞെടുപ്പ് വന്നു. കർണാടകയിൽ ബി.ജെ.പി. ഏറ്റവും വലിയ ഒറ്റകക്ഷിയായെങ്കിലും ജെ.ഡി.എസുമായി സഖ്യമാകാമെന്നും മുഖ്യമന്ത്രി പദം കുമാരസ്വാമിക്ക് നൽകാമെന്നുമുള്ള രാഹുൽ ഗാന്ധിയുടെ സംയോജിതമായ തീരുമാനം ബി.ജെ.പിയെ അധികാരത്തിൽ നിന്നും മാറ്റി നിർത്തി. മേയിൽ ത്രിപുര, മേഘാലയ, നാഗാലാൻഡ് തെരഞ്ഞെടുപ്പുകൾ നടന്നു. ത്രിപുരയിൽ ബി.ജെ.പി. ചരിത്ര വിജയം നേടി. മേഘാലയയിലും നാഗാലാൻഡിലും കോൺഗ്രസ് പരാജയത്തിന്റെ രുചിയറിഞ്ഞു. നവംബർ, ഡിസംബർ മാസങ്ങളിലായിരുന്നു അടുത്ത തെരഞ്ഞെടുപ്പ് യുദ്ധം. ഈ യുദ്ധത്തിൽ ഹിന്ദി ഹൃദയഭൂവിന്റെ പകുതിയും കോൺഗ്രസ് പിടിച്ചടക്കി. ഭരിച്ചിരുന്ന 3 സംസ്ഥാനങ്ങളും ബി.ജെ.പിക്ക് നഷ്ടമായി. കോൺഗ്രസിന്റെ ഒറ്റയ്ക്കുള്ള ഈ വിജയങ്ങളാണ് തന്ത്രശാലികളായ നരേന്ദ്രമോദിയുടെയും അമിത്ഷായുടെയും ഉറക്കം കെടുത്തുന്നത്.